ഹലോ, എല്ലാവർക്കും ഹിസ്റ്റോറിക്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ആൻഡ് നമ്മൾ ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അജീവികാസ് എന്നുള്ള ടോപ്പിക് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നിങ്ങൾ PYQs ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും. അജീവികാസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ നേരത്തെ ജൈനിസം പറഞ്ഞ സമയത്ത് അജീവികാസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫൗണ്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ അവരുടെ നിയതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ എക്സാമിന് വളരെയധികം ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് മിസ് ഔട്ട് ചെയ്ത് പോകുന്നില്ല, നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നതാണ് പറഞ്ഞിരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അജീവികാസിനെ പറ്റി അറിയേണ്ടത്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആ ഒരു സമയത്ത് അതായത് 6th സെഞ്ചുറി BCE സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഏതാണ്ട് 62ഓളം ഹെറ്ററോക്സ് സെക്റ്റുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. വെറും ബുദ്ധിസവും ജൈനിസവും മാത്രമല്ല, ആൻഡ് ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു സെക്റ്റാണ് അജീവികാസ് എന്ന് പറയുന്നത്. അതുപോലെ ചാർവാകാസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സെക്റ്റുകൾ ആ സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ അജീവികാസിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ വരികയാണെങ്കിൽ, ഇവരുടെ കോർ ഡോക്ട്രിൻ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ആയിരുന്നു നിയതി എന്ന് പറയുന്നത്. നിയതി എന്ന് ശീലത്തിലേ ഉള്ളൂ ഫെയ്റ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനി, എല്ലാം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്, നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും അത് മാറ്റാൻ കഴിയൂല. ആ ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും നിയതി എന്ന് പറയുന്നത്. ഈ നിയതി എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധിസം ജൈനിസം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അജീവികാസിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നിയതി ഈസ് ദ കോർ കോൺസെപ്റ്റ് ഓഫ് അജീവികാസ്. ആൻഡ് നിയതി മീൻസ് എവറിത്തിങ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ്, എല്ലാം എന്താണ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൾസോ ദേ പ്രാക്ടീസ്ഡ് എക്സ്ട്രീം അസെറ്റിസം. അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള സന്യാസം, അതുപോലെ തന്നെ ജൈനിസ്റ്റുകൾ അല്ലെങ്കിൽ ദിഗംബരാസിനെ പോലെ ന്യൂഡിറ്റി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേസമയം നമുക്ക് എല്ലാവർക്കും അറിയാം, അശോക വാസ് എ പാറ്റർണൈസർ ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിനെ പാറ്റർണൈസ് ചെയ്തിട്ടുള്ള റൂളർ ആയിരുന്നു അശോക എന്ന് പറയുന്നത്. എന്നാൽ ഈ സെയിം അശോക എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം നമ്മുടെ അജീവികാസിനെയും പാറ്റർണൈസ് ചെയ്തിട്ടുണ്ട്. പാറ്റർണൈസ് ചെയ്തെന്ന് വെച്ചാൽ അജീവികാസിന് കേവിലൊക്കെ ഇൻസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും അശോക അജീവികാസിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കുക. അശോക വാസ് നോട്ട് എ ഫോളോവർ ഓഫ് അജീവികാസ്, ബട്ട് ഈ പാറ്റർണൈസ്ഡ് എന്നുള്ളത് ഒരു റോയൽ പാറ്റർനേജ് അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പതിയെ പതിയെ എന്ത് ചെയ്യുന്നുണ്ട്, അജീവിക സെക്റ്റും ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ട് അത് ഡീക്ലൈനിലേക്ക് പോയി എന്നുള്ളതാണ്. ഒരു ഏർലി മിഡീവൽ ഒക്കെ ആകുമ്പോഴേക്ക് അതിന്റെ പരിപൂർണമായിട്ട് ഒരു ഡീക്ലൈൻ സംഭവിച്ചു എന്നുള്ളതാണ്. സോ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അജീവിക സെക്റ്റിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മഖാലി ഗോസല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, മക്കസരിൻ എന്നോ മഖാലി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ഈസ് ദ ഫൗണ്ടർ ഓഫ് അജീവിക സെക്ട്. ആൻഡ് he was the most significant leader. The founder, leader ഒക്കെ അദ്ദേഹം തന്നെയാണ്. ആൻഡ് he was a contemporary of മഹാവീര ആൻഡ് ഗൗതമ ബുദ്ധ. പ്രത്യേകം ശ്രദ്ധിക്കുക, മഹാവീരന്റെയും ഗൗതമ ബുദ്ധന്റെ ഒക്കെ കണ്ടംപററി കൂടി ആയിരുന്നു അവര്. മഖാലി ഗോസല എന്ന് പറയുന്നത് നേരത്തെ മഹാവീരനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, അദ്ദേഹം കുറെ കാലം മഖാലി ഗോസലയുടെ കൂടെ ആയിരുന്നു എന്നുള്ളതൊക്കെ സൂചിപ്പിച്ചിരുന്നു. ആൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക്ഡ് വിത്ത് പുരാണ കസപ്പ ആൻഡ് പകുട കച്ചയാന ഇൻ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്. അദ്ദേഹമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പുരാണ കസപ്പ, അതൊക്കെ ആ കാലത്ത് ജീവിച്ചിരുന്നത് പോലത്തെ സെക്ടുകളുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു കേട്ടോ. സോ പുരാണ കസപ്പ, പകുട കച്ചയാന, ഇവരുമായിട്ടൊക്കെ ഇദ്ദേഹത്തിന്റെ ബന്ധം, കണക്ഷൻ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ ബർത്തിനെ പറ്റി, അതായത് മഖാലി ഗോസലയുടെ അല്ലെങ്കിൽ അദ്ദേഹം ഏത് കാസ്റ്റ് ആയിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട്. അതിനകത്ത് പറയുന്നത് അബൌട്ട് ഹിസ് ബർത്ത്, ജൈന ആൻഡ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ഓഫറിംഗ് ഡിഫറെന്റ്, അതായത് ജൈനിസ്റ്റ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ അജീവിക സെക്റ്റിനെയൊക്കെ പറ്റി വിവരം കിട്ടുന്നത്. കാരണം അജീവികാസിന്റെ സ്വന്തമായിട്ടുള്ള ലിറ്റററി അല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ബുദ്ധിസം ജൈനിസത്തിലൊക്കെ കോട്ട് ചെയ്തൊരു സാധനമാണ് നമുക്ക് പിന്നീട് കിട്ടുന്നത്. സോ പറഞ്ഞു വന്നത്, ബുദ്ധിസം ജൈനിസം ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഇദ്ദേഹത്തിന്റെ ബർത്തിനെ പറ്റി പറയുന്നത്. ആൻഡ് ഓഫ് വൺ ലെജൻഡറി അക്കൗണ്ട്, അതും ഒരു ആക്യുറേറ്റ് ഹിസ്റ്റോറിക്കൽ അല്ല, കൂടുതലും ലെജൻഡറി അക്കൗണ്ട്സ് ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ഹംബിൾ ഒറിജിൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു താഴ്ന്ന സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ലൈക്ക് ഹി വാസ് ബോൺ ഇൻ എ കൗഷെഡ്, ഒരു കൗഷെഡിലാണ് അദ്ദേഹം ജനിച്ചത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് അതിൽ കാണുന്നത്. ജൈൻ ട്രഡീഷൻ പ്രകാരം ഗോസല ഇനീഷ്യലി ഫോളോഡ് ഹിസ് ഫാദേഴ്സ് പ്രൊഫഷൻ ആസ് മാങ്ക, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രൊഫഷൻ ആയിരുന്നു മാങ്ക എന്ന് പറയുന്ന പെർഫോമർ ഓഫ് റിലീജിയസ് സോങ്സ് ആൻഡ് എക്സിബിറ്റർ ഓഫ് പിക്ചേഴ്സ്. ഇങ്ങനെയുള്ള ഒരു
പ്രൊഫഷൻ ആയിരുന്നു തുടക്കത്തിൽ മക്കാലി ഗോസൽ സ്വീകരിച്ചതെന്നൊക്കെയാണ് ജൈൻ ട്രഡീഷൻ പ്രകാരം പറയുന്നത്. സിമ്പിൾ വേർഡ്സ് ഇത്രയാലേക്ക് ഒരു ഹമ്പിൾ ഒറിജിൻ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ബുദ്ധിസ്റ്റ് ജൈൻ ടെക്സ്റ്റുകൾ നോക്കിയാണ് നമുക്ക് അവരെ പറ്റി വിവരങ്ങൾ ലഭിക്കുന്നത്, കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഇനി ഇദ്ദേഹത്തിന്റെ കോർ ഫിലോസഫി അല്ലെങ്കിൽ കോർ ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയതി. നിയതി എന്ന് വെച്ചാൽ ഫെയ്റ്റ് എന്നുള്ളതാണ്. സോ പ്രീ ഡിറ്റർമിനിസം എന്നുള്ളതാണ്. എല്ലാം എന്താണ് നേരത്തെ കൂട്ടി ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് പ്രീ ഓർഡ്രെയിൻഡ്. എല്ലാം എന്താണ് നേരത്തെ ഓർഡർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള സംഗതിയാണ്. ആൻഡ് ഹ്യൂമൻ എഫേർട്ട് പ്ലേസ് നോ റോൾ ഇൻ ആൾട്ടറിങ് ദ കോഴ്സ് ഓഫ് ലൈഫ്. മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് ഒരു മാറ്റവും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. കർമ്മ എക്സിബിറ്റ്സ് ബട്ട് ഈസ് ഗവേൺഡ് ബൈ പ്രീ ഡിറ്റർമൈൻഡ് പാത്ത്. കർമ്മക്ക് അവിടെ റോൾ ഉണ്ട് എങ്കിൽ പോലും അത് എന്താണ്, നമ്മളുടെ കർമ്മ എന്നൊക്കെ പറയുന്നത് നേരത്തെ തീരുമാനിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ മറ്റു ബിലീഫുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നോക്കുക. ആൻഡ് അടുത്തത് ട്രാൻസ്മൈഗ്രേഷനെ പറ്റിയിട്ട് കണ്ടിന്യൂസ് ബട്ട് ഫോളോസ് എ ഫിക്സഡ് കോസ്മിക് ഓർഡർ. ഒരു പ്രത്യേക ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, അതും മുന്നോട്ട് പോകുന്നത്. അതായത് ഇതെല്ലാം നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ് എന്നുള്ളതാണ് നിയതിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. സോ അജീവികാസിന്റെ കോർ ഫിലോസഫിയാണ് നിയതി എന്ന് പറയുന്നത്. ഇനിയും ഇതിനകത്തൊരു നമുക്ക് ബുദ്ധിസ്റ്റ് സംഘ, എന്താണ് പറയല്, ജൈൻ സംഘ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ അജീവികാസിനും സഭകൾ അല്ലെങ്കിൽ അസംബ്ലീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ മീറ്റിംഗ് ഒക്കെ സഭകളിലായിരുന്നു. ആൻഡ് പ്രധാനപ്പെട്ട സെറിമണീസ്, റിച്വൽസ് ഒക്കെ അവർ നടത്തുകയും ചെയ്തു. അവർക്ക് അവരുടേതായിട്ടുള്ള കനോണിക്കൽ ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു, മീൻസ് റിലീജിയസ് ടെക്സ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. Then the texts are now lost but quoted in Buddhist and Jain source. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരുടെ ടെക്സ്റ്റുകളൊക്കെ പക്ഷേ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവരെ പറ്റി വിവരങ്ങൾ കണ്ടെത്തുന്നത് ബുദ്ധിസ്റ്റ് അതുപോലെ ജൈൻ സോഴ്സുകളിൽ നിന്നാണ് എന്നുള്ളതാണ്. ഇനി ഇവരുടെ ഒരു അസെറ്റിക് പ്രാക്ടീസിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര എക്സ്ട്രീം അസെറ്റിസം അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂഡിറ്റി ഒക്കെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡിന്റെ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ അവർ വളരെ മിനിമൽ ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവർ കഴിക്കുന്നത് മിക്കവാറും സ്റ്റാർവേഷൻ അല്ലെങ്കിൽ ഭയങ്കര വിശന്ന് നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് അവർ ഫുഡ് കഴിക്കുക എന്നുള്ളതൊക്കെയാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അതുപോലെ അഹിംസ എന്ന് പറയുന്നത് പ്രാക്ടീസ്ഡ് ബട്ട് നോട്ട് ആസ് സ്ട്രിക്ട്ലി ആസ് ജൈൻസ്. ജൈനിസ്റ്റുകളുടെ പോലത്തെ അല്ലെങ്കിൽ ജൈനിസം ഫോളോ ചെയ്തിരുന്ന ആളുകളെ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഹിംസ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ജൈനിസം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അഹിംസ എത്രമാത്രം ഇന്റൻസ് ആയിരുന്നു എന്നുള്ളത്. ആൻഡ് ഇവരുടെ ഒരു ഡയറ്റിലേക്ക് വരികയാണെങ്കിൽ അലൗഡ് ടു ഈറ്റ് മീറ്റ്, അവർക്ക് മീറ്റ് കഴിക്കാനായിട്ട് പറ്റുമായിരുന്നു, മാംസം ഭക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ജൈൻസിന് അത് പറ്റുമായിരുന്നില്ല. അതിന് ബുദ്ധിസം ഓൾസോ അലൗഡ് മീറ്റ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ബുദ്ധൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റോട്ടൺ മീറ്റ് കഴിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അവർക്ക് കൊല്ലരുത്, അഹിംസ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് അവർ കഴിക്കണം എന്നൊക്കെയാണ്. അതിന്റെ ക്ലോത്തിങ്ങിലേക്ക് വരികയാണെങ്കിൽ അവർ കംപ്ലീറ്റ് ന്യൂഡിറ്റി, അതായത് ജൈൻ ദിഗംബരാസിനെ പോലെയാണ് അവർ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. then സെലിബസിയിലേക്ക് വരികയാണെങ്കിൽ they were criticized by ജൈൻസ് ഫോർ നോട്ട് സ്ട്രിക്ട്ലി ഒബ്സർവിങ് സെലിബസി. അതായത് അവർ ഒരു ബ്രഹ്മചര്യ അല്ലെങ്കിൽ സെലിബസി എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ജൈൻ ടെക്സ്റ്റുകൾ പറയുന്നത്. സോ അതിൽ അത്രമാത്രം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പിടുത്തം അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അജീവിക സെക്ട് എന്നുള്ളതാണ് അബൌട്ട് സെലിബസി അല്ലെങ്കിൽ ബ്രഹ്മചര്യ. ഇതിനകത്തൊരു കമ്പാരിസൺ നമ്മൾ നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും. അജീവിക സെക്ടിനെ സംബന്ധിച്ചിടത്തോളം ദേ ഫോളോഡ് ന്യൂഡിറ്റി, ജൈൻ ദിഗംബരാസും അത് ഫോളോ ചെയ്തു, ബുദ്ധിസ്റ്റുകൾ ഫോളോ ചെയ്തിട്ടില്ല. ദെൻ മീറ്റ് ഈറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ അജീവികാസ് മീറ്റ് ഈറ്റിംഗ് അലൗഡ് ആയിരുന്നു, ജൈൻസിന് അത് അലൗഡ് ആയിരുന്നില്ല. ആൻഡ് ബുദ്ധിസ്റ്റുകളുടെ കേസിൽ വെച്ചാൽ അത് കൊല്ലാൻ പാടില്ല, ബട്ട് ഡിപ്പെൻസ്, എന്താണ് പറയല്, സാഹചര്യത്തിനനുസരിച്ച് കഴിക്കുക എന്നുള്ളതൊക്കെയാണ്. ദെൻ സെലിബസിയിലേക്ക് വരികയാണെങ്കിൽ അജീവികാസ് എന്ത് ചെയ്തിട്ടില്ല, ദേവർ ക്രിട്ടിസൈസ്ഡ്, അല്ലെങ്കിൽ ജൈൻ ടെക്സ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്രോപ്പറായിട്ട് സെലിബസി സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് അവിടെ കാണുന്നത്. ദെൻ ജൈനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സെലിബസി എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആൻഡ് ബുദ്ധിസ്റ്റുകളുടെ കേസിലേക്ക് വരികയാണെങ്കിൽ സ്ട്രിക്ട് ഫോർ മോങ്സ്, ആ ഒരു രീതിക്കാണ് അത് ഉണ്ടായിരുന്നത്. സോ എന്തായാലും ഇത്രയും കമ്പാരിസൺ ഒരു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ആരൊക്കെയാണ് ഈ അജീവിക സെക്ടിന്റെ ഭാഗമായിരുന്നത് എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേക ജാതിക്കാർക്ക് മാത്രമാണോ അല്ലെങ്കിൽ പ്രത്യേക സോഷ്യൽ സെറ്റപ്പില് അല്ലെങ്കിൽ പ്രത്യേക സോഷ്യൽ ഗ്രൂപ്പിന് മാത്രമാണോ ജോയിൻ ചെയ്യാൻ പറ്റുക, അങ്ങനെയൊന്നുമില്ല. ഡൈവേഴ്സ് മെമ്പർഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു. സോ അട്രാക്റ്റഡ് മെമ്പേഴ്സ് ഫ്രം ഓൾ സോഷ്യൽ ക്ലാസ്സസ്, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതില് രാജാക്കന്മാരുണ്ടായിരുന്നു, റോയൽറ്റി ഉണ്ടായിരുന്നു, അർബൻ ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു, ലോവർ കാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല പല വിഭാഗം ആൾക്കാരും അതിൽ കാണാനായിട്ട് പറ്റും.
സോ ഇവിടെ പ്രസേനജിത്ത് എന്ന് പറഞ്ഞ വാസ് എ റൂളർ ഓഫ് കോസല. കോസലയിലെ രാജാവായിരുന്നു. ആൻഡ് ഹി വാസ് എ പാറ്റേൺ ഓഫ് അജീവികാസ്. അജീവികാസിന്റെ ഒരു പാറ്റേൺ ആയിരുന്നു പ്രസേനജിത്ത് എന്ന് പറയുന്നത്. ദെൻ പാണ്ഡുപുത്ത എന്ന് പറയുന്നത് ഒരു ലോവർ ഒറിജിനൽ ആളായിരുന്നു. ഹി വാസ് എ സൺ ഓഫ് എ വാഗൺ മേക്കർ ആൻഡ് ഹി ഫോളോവ്ഡ് അജീവിക സെക്ട് അല്ലെങ്കിൽ അജീവിക അസെറ്റിക് ആയിരുന്നു ആര്, പാണ്ഡുപുത്ത എന്ന് പറയുന്നത്. സോ ലോവർ ക്ലാസ്സിന്ന് ആളുണ്ടായിരുന്നു എന്നുള്ളത്. അശോകന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡെഡിക്കേറ്റഡ് കേവ്സ് ടു അജീവിക അസെറ്റിക്സ്. അതായത് ഇവിടെ കാണാൻ പറ്റും അശോക ആൻഡ് ദശരഥ മൗര്യ റൂളേഴ്സ് ആണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, ബറാബർ കേവ്സ് ഇൻ ബീഹാർ ഹാവ് ഇൻസ്ക്രിപ്ഷൻസ് ഡെഡിക്കേറ്റിംഗ് ദം ടു അജീവികാസ്. ഇവരുടെ ഇൻസ്ക്രിപ്ഷനകത്ത് അജീവികാസിനെ സംബന്ധിച്ച് ബറാബർ കേവ്സിന്റെ ഇൻസ്ക്രിപ്ഷനിൽ അശോകന്റെയും ദശരഥന്റെയും ഇൻസ്ക്രിപ്ഷനിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അജീവികാസിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദശരഥ അഗൈൻ മൗര്യ റൂളർ ആയിരുന്ന അശോകൻ സക്സസർ ആയിരുന്നു. ഓൾസോ ഗേവ് റോയൽ പാട്രണേജ് ടു അജീവികാസ്. സോ അങ്ങനെ ഒരു സംഗതി കൂടി അതിൽ വരുന്നുണ്ട്. ഇനി തുടക്കത്തിലേ പറഞ്ഞു അജീവികാസ് ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളായിട്ട് പല കാര്യത്തിലും കോൺഫ്ലിക്റ്റിംഗ് ആയിരുന്നു. പ്രധാനമായിട്ടും ദ വാസ് എ റൈവൽറി വിത്ത് ബുദ്ധിസ്റ്റ് ആൻഡ് ജൈനിസ്റ്റ്. ഇവർക്കിടയിൽ ഒരു റൈവൽറി, ഒരു കൈൻഡ് ഓഫ് ക്ലാഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ബുദ്ധിസ്റ്റ് വ്യൂ പ്രകാരം മകാലി ഗോസല വാസ് ഹെവിലി ക്രിട്ടിസൈസ്ഡ് ബൈ ബുദ്ധ ആൻഡ് ഹീസ് ഡിറ്റർമിനിസ്റ്റിക് വ്യൂ വർ റിജക്റ്റഡ് ആസ് ഫാൾസ് ആൻഡ് ഹാംഫുൾ. അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ബുദ്ധൻ പറഞ്ഞത് മകാലി ഗോസലയുടെ ഡിറ്റർമിനിസ്റ്റിക് വ്യൂ, അതായത് നിയതി എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്താണ്, നമ്മള് എല്ലാം തീരുമാനിച്ചു വെച്ചു, പിന്നെ മനുഷ്യന്മാർക്ക് അവിടെ റോളും ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നൊക്കെയാണ് ആര് പറയുന്നത്, ബുദ്ധൻ ഈ പറഞ്ഞ മകാലി ഗോസലയുടെ തിയറീനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിലോസഫിനെ വിമർശിക്കുന്നത്. അതുപോലെ തന്നെ ജൈൻസും പറയുന്നത്, ജൈൻ ടെക്സ്റ്റ് റീകൗണ്ട് വയലന്റ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഗോസല ആൻഡ് മഹാവീര, അക്യൂസിഷൻസ് ഓഫ് ബിട്രയൽ ആൻഡ് മാജിക്കൽ ബാറ്റിൽസ്. അതുപോലെ തന്നെ ഇവർക്ക് ഇടയിലും ഈ പ്രധാനപ്പെട്ട നിയതി എന്നുള്ളത് തന്നെയാണ് പ്രധാന ചർച്ചയായിരുന്നത്. ഗോസലയും മഹാവീരയും തമ്മിലുള്ള ഒരുപാട് ഡിബേറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ബിട്രയലും മാജിക്കൽ ബാറ്റിൽസും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കൈൻഡ് ഓഫ് ആരോപണങ്ങളൊക്കെ അജീവികാസിനെതിരെ ജൈൻ ടെക്സ്റ്റുകൾ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. Then the Ajivikas were caught between two powerful rivals, Buddhism and Jainism. Both of them rejected their fatalism. ഇതാണ് പ്രശ്നം. ഫെയ്റ്റ് എന്ന് പറയുന്ന, നിയതി എന്ന് പറയുന്നതിനെ ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളും ഒക്കെ എന്താണ് നിരന്തരം ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ തിയറിനെ അവർ ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു ഡീക്ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നോക്കാം. മൗര്യൻ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു അജീവിക സെക്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ദേ ഗോട്ട് റോയൽ പാട്രണേജ് ഓൾസോ. ആൻഡ് പോസ്റ്റ് മൗര്യൻ ഫേസിലേക്ക് എത്തുമ്പോൾ അത് പതുക്കെ ഡീക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഏർലി മിഡീവൽ ഇന്ത്യയുടെ ആ ഒരു ടൈമിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ്, അതിന്റെ ഒരു ശേഷിപ്പ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത് തുടച്ചു മാറ്റപ്പെട്ടു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഇനി ഇവരുടെ ഒരു ഡീക്ലൈൻ്റെ ഒരു മറ്റൊരു നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നോ സർവൈവിങ് സ്ക്രിപ്റ്റേഴ്സ്. അവരെ പറ്റി വിവരങ്ങൾ ലഭിക്കുന്ന അവരുടേതായിട്ടുള്ള സ്ക്രിപ്ചർ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കിട്ടിയതൊക്കെ എന്താണ്, അവരുടെ തന്നെ ഹോസ്റ്റൈൽ ആയിരുന്ന ബുദ്ധിസ്റ്റ് ജൈൻ ടെക്സ്റ്റുകൾ എന്നാണ്, അല്ലെങ്കിൽ അവരോട് എതിർപ്പുണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് ജൈൻ ടെക്സ്റ്റുകൾ എന്നൊക്കെയാണ് അജീവികാസിന്റെ വിവരം നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഫാറ്റലിസം മേ ഹാവ് ഡിസ്കറേജ്ഡ് ആക്റ്റീവ് പ്രൊപ്പഗേഷൻ. ഫാറ്റലിസത്തിനെ അവർ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ. ദെൻ പ്രഷർ ഫ്രം ബുദ്ധിസം ആൻഡ് ജൈനിസം ലെഡ് ടു ഗ്രാജുവൽ ഡിസപ്പിയറൻസ്. അതായത് ബുദ്ധിസം ജൈനിസം ഒരു ഭാഗത്ത് ശക്തമാവുന്നു, സ്വാഭാവികമായിട്ടും അജീവികാസം എന്ത് ചെയ്യുന്നു, തകരുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇവർ ജോഗ്രഫിക്കലി ഏതൊക്കെ ഭാഗത്തേക്ക്, ഏതൊക്കെ റീജിയനിലേക്ക് സ്പ്രെഡ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് എക്സ്റ്റെൻഡഡ് ടു സൗത്ത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. അതായത് ഇന്ത്യയുടെ പുറത്തേക്ക് ശ്രീലങ്ക വരെ എന്ത് ചെയ്തിട്ടുണ്ട്, സൗത്ത് ഇന്ത്യയും ശ്രീലങ്കയും ഒക്കെ ഇത് എക്സ്പാൻഡ് ചെയ്തിരുന്നു. ആൻഡ് അത് പറയാനുള്ള കാരണം വെച്ചാൽ ഇൻസ്ക്രിപ്ഷൻസ് ഫൗണ്ട് ആസ് ഫാർ ആസ് സൗത്ത് ആസ് തമിഴ്നാട്. തമിഴ്നാട് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ഒക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവരെ സംബന്ധിച്ച് അറിയേണ്ടതായിട്ടുള്ള പ്രധാന സംഗതികൾ എന്ന് പറയുന്നത്. സോ ഒരു എന്താണ് പറയുക, ക്വിക്ക് റീക്യാപ്ചർ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. മഹാലി ഗോസലാണ് ഫൗണ്ടർ ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ലീഡർ ഓഫ് അജീവിക സെക്ട്. ആൻഡ് ദെയർ കോർ ഫിലോസഫി വാസ് നിയതി എന്നുള്ളതാണ്. ബിക്കോസ് എവറിത്തിങ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ്. എക്സ്ട്രീം അസെറ്റിസം ദേ ഫോളോവ്ഡ് ന്യൂഡിറ്റി, അതുപോലെ മിനിമൽ ഫുഡ്, ആൻഡ് ബട്ട് ദേ അലൗഡ് ടു ഈറ്റ് മീറ്റ് എന്നുള്ളതാണ്. റോയൽ പാട്രണേജ് അശോക ദശരഥയ്ക്ക് അവരുടെ കേവ്സ് ഒക്കെ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അശോകയും ദശരഥയും തുടങ്ങിയിട്ടുള്ള മൗര്യ റൂളേഴ്സ്. അതേസമയം ദേ ഹാഡ് കോൺഫ്ലിക്ട് വിത്ത് ബുദ്ധിസ്റ്റ് ആൻഡ് ജൈൻസ്. ഫൈനലി ദേ ഡിക്ലൈൻഡ് ആഫ്റ്റർ ദ മൗര്യൻ പീരീഡ് ആൻഡ് ഇറ്റ് വാസ് ടോട്ടലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്ട് ബൈ ദ ഏർലി മിഡീവൽ പീരീഡ് എന്നുള്ളതാണ്.
സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ അജീവിക സെക്റ്റിനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയൊരു ടോപ്പിക് ആണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് മര്യാദയ്ക്ക് ഓർത്തിരിക്കേണ്ട സംഗതികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫൗണ്ടർ ആര്, നിയതി എന്താണ്, ഇങ്ങനെയുള്ള സംഗതികൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തൽക്കാലത്തേക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു സെഷനിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.